കഞ്ഞി തരട്ടെ? വരി സാറേ വരി. ഇന്നലെ നിങ്ങൾ വന്നപ്പോ നമുക്ക് പൊടി കിട്ടിയില്ല. പരസഹായം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ മോലാളിന്റെ സ്വന്തം ആളാന്ന്. ജമാലേ, സാറിന് കടുപ്പത്തിന് വെള്ളം കുറച്ചോ ചായ കൊടുക്കും. മമ്മുക്ക എനിക്കൊരു സഹായം ചെയ്യണം. എന്താപ്പാ പറയും? താമസിക്കാൻ ഒരു ചെറിയ വീട് വേണം. ഇവിടുന്ന് ബസ്സുണ്ടല്ലോ, ദിവസം പോയി വന്നുകൂടെ? അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നും പോയി വരാനുള്ള ദൂരമല്ലല്ലോ. മുതലാളിയുടെ വണ്ടി ആവുമ്പം വണ്ടിക്കൂലി കൊടുക്കണ്ടല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. അപ്പൊ പിന്നെ വണ്ടി ഓടിക്കുന്ന കാശ് നിന്റെ ബാപ്പ കൊടുക്കണോ? നമുക്ക് മുതലാളി വണ്ടി ഓടിക്കുന്നത് സേവനത്തിനാണെന്ന് എല്ലാവരും പറയണത്. ആ, മുതലാളി വണ്ടി ഓടിക്കുന്ന സേവനത്തിനാണ്, പള്ളിക്കൂടം നടത്തുന്നത് സേവനത്തിനാണ്. സേവനം 10,000 രൂപ വീതം വാങ്ങി മാഷന്മാരെ നിയമിച്ചിരിക്കുന്നതും സേവനത്തിനാ അല്ലേ പാപ്പ? മുണ്ടിപ്പോരുത് വില്ലി സാർ. സാറേ, ഇവനുമായിട്ട് ഒരു ചങ്ങാത്തം വേണ്ട. കാര്യം നമ്മുടെ മോനാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താണ്, തല തിരിഞ്ഞു പോയി. ഏയ്, ജമാൽ ആള് മിടുക്കനാണ്. മിടുക്കൻ. സാറേ, ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവനൊരുത്തനേ ഉള്ളൂ. ആളിമ്മണി ചൂടന. ഇതിനിടയ്ക്ക് സാറ് പറഞ്ഞ കാര്യം മറന്നുപോയി, വീടിന്റെ കാര്യം. അത് നമ്മൾ അന്വേഷിച്ചുണ്ടാക്കി തരാം. ഇവിടെ ആ മഠത്തിലൊരു ചാവടി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് കമ്പനിയിൽ ആരോ പറഞ്ഞു. അതൊന്ന് അന്വേഷിച്ചാലോ? അവരത് വാടകയ്ക്ക് കൊടുക്കൂല്ലേ സാറേ. പക്ഷെ മമ്മൂക്ക പറഞ്ഞാൽ തീർച്ചയായും കിട്ടുമെന്നാ പറഞ്ഞത്. ലക്ഷ്മൂട്ടിയമ്മയുടെ അടുത്ത് സാറിന് വേണ്ടി നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. അമ്മേ, അമ്മേ, നമ്മുടെ മോലാളിയുടെ കമ്പനിയിൽ പുതിയതായിട്ട് ജോലി കിട്ടുമെന്ന സാറാണ്. ഈ വഴിക്ക് സാറിന് താമസിക്കാൻ ഒരു വീട് വേണം. നമ്മുടെ നാട്ടിൽ ഒഴിഞ്ഞ വീട് എവിടെ കിടക്കുന്നത്? അങ്ങനെ ഓർത്തപ്പോഴാണ് ലക്ഷ്മൂട്ടിയമ്മയുടെ ഈ വീട് ഒഴിഞ്ഞു കിടക്കാനില്ലാന്ന് ഓർത്തത്. അപ്പൊ ഒന്ന് ചോദിക്കാമെന്ന് കരുതി. അമ്മേ, ഇവിടെ വാടകയ്ക്ക് കൊടുക്കാൻ സ്ഥലമില്ലെന്ന് പറയൂ. വേറെ ആരുമല്ലല്ല, സാറല്ലേ. സാറ് നമ്മുടെ സ്വന്തം ആളാണ്. കുറച്ച് നാളായി അത് തൂക്കാതെയും വരാതെയും ഒക്കെ ഇട്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൾപെരുമാറ്റം ഉണ്ടാവണം, നല്ലതാണെന്ന്. നിങ്ങൾക്ക് വാടകയും കിട്ടും. മമ്മൂക്ക പറയുന്നത് ശരിയാ. പക്ഷേ ഞാനും ഒരു പെണ്ണും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ അമ്മയുടെ ഒരു മോനാണെന്ന് കരുതിക്കൊള്ളൂ. ഞങ്ങൾ ആ വീട് പൊളിക്കാൻ പോവാ. നീ പോടി അവിടുന്ന്. ഏതായാലും മമ്മൂക്ക അറിയുന്ന ആളല്ലേ, താമസിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ സാറേ, നമ്മൾ പറഞ്ഞ ലക്ഷ്മൂട്ടിയമ്മ തട്ടി കളയൂല. എപ്പോഴാ വരണേ? ഇന്ന് തന്നെ വരാം. ഒരു കാലത്ത് ഇതിനകത്ത് ആളൊഴിഞ്ഞ നേരമില്ലായിരുന്നു. അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയവരങ്ങ് പോയില്ലേ. സാറ് നീങ്ങി നിന്നാ ഞാൻ അവിടെ കൂടെ വൃത്തിയാക്കാം. സാറേ, സൗകര്യങ്ങളൊക്കെ ഇത് മതിയല്ലോ? മതി, ഇത് തന്നെ എനിക്ക് ധാരാളമാണ്. കുളിക്കാൻ അമ്പലക്കുളം അടുത്താ, നല്ല വെള്ള. നന്ദിനിക്കുട്ടി, അല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. വീട്ടിൽ കുറെ പണിയുണ്ട്. ഇങ്ങനെ ജോലി ചെയ്താ പെട്ടെന്ന് പ്രായം കൂടും, തല നരയ്ക്കും. സാരില്ല. എനിക്ക് സാരമുണ്ടല്ലോ. നന്ദിനിക്കുട്ടി ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അല്ല, ഇന്ന് അമ്മയെ കണ്ടില്ലല്ലോ. അമ്മ ചാവടി വൃത്തിയാക്കുക. ഓ, ആ, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ പുതിയ ആള് ചാവടിയിലാ താമസിക്കുന്നത്. അവനെ കണ്ടിട്ട് ആളല്പം പെശകാണെന്നാ തോന്നുന്നത്. എന്താ? അല്ല, അവൻ നമുക്കൊരു എതിർകക്ഷിയാവുമെന്നോ സംശയം. ഈ രവിട്ട് നാക്കെടുത്ത നല്ലത് പറയില്ല. ഞാൻ പോവാ. നന്ദിനിക്കുട്ടി പിണങ്ങിയോ? മുതലാളി എന്തു പറഞ്ഞാലും അവൻ നല്ലവരാണെന്ന്
എനിക്ക് അങ്ങോട്ട് ബോധ്യം വരുന്നില്ല. അത് വെറുതെ ശിവൻ സാറിനെ പറ്റി തങ്കമണിയുടെ അച്ഛന് ശരിക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാ അന്ന് മുതലാളി ശ്രീദേവി കുഞ്ഞും കൂടി പറഞ്ഞു കേട്ടപ്പോ ഉള്ളത് പറയാലോ. ദേ എനിക്ക് അപ്പ പോയി ഒരു പൊന്നാട ചേർത്തിയാ കൊള്ളാമെന്ന് തോന്നി. എത്ര എണ്ണത്തിന് അടിച്ച് മലർത്തിയെന്നറിയാമോ? ഇത്തരത്തിൽ ഒരുത്തൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. മാത്രമല്ല അവന്റെ ആ ധിക്കാരമുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചുറുചുറുക്ക്. പക്ഷേ ഒന്ന് മെരുക്കി എടുക്കണം. വെളിച്ചപ്പാടെ, കാട്ടാനെ തളയ്ക്കാമെങ്കിൽ പിന്നെ പാപ്പാനെ തളയ്ക്കാനാണോ വിഷമം? കുറച്ചുകൂടെ ഒഴിക്കട. അയ്യോ, തങ്കമണിയുടെ അച്ഛൻ ഇനി കുടിക്കണ്ട. അതുപോലെ തന്നെ ആരാ? ഇപ്പോഴാരുമല്ല, ആരെങ്കിലൊക്കെ ആകാൻ എനിക്കൊരാശ. തങ്കപ്പാ, അയ്യോ, എന്തോ എന്തേ? താനാണ് ഇതൊക്കെ ഇവിടെ വാങ്ങിക്കൊണ്ടുവരുന്നതില്ലേ? ആ അയ്യോ, ഞാനോ? ഇതൊക്കെ വലിയ വലിയ സാറുമാര് സമ്മാനം കൊടുക്കുന്നതല്ലേ? സമ്മാനം. വീടും കുടുംബവും വേണമെന്നൊരു ചിന്തയില്ല. ഭാര്യയും ഒരു മോളും ഉണ്ടെന്നുള്ള വിചാരവുമില്ല. എന്നും കുടിയും കൂത്താട്ടും. അച്ഛനാണത്രേ. പതുക്കെ പറ, അച്ഛൻ കേൾക്കും. എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ താനും. എന്തോ എന്നെ വിളിച്ചോ? എനിക്ക് ആ തങ്കമണിയുടെ അച്ഛനൊന്ന് കൊണ്ടുവന്നാക്കണം. അയാൾ കിറ്റാ തോന്നില്ല. നീ പോയിക്കൂടാങ്കപ്പാ. എത്ര കുടിച്ചാലും എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി എനിക്കറിയാം. അച്ഛനറിയില്ല. ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ തങ്കമണിയുടെ അച്ഛനെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കേണ്ട കടമ കൂടി എനിക്കുണ്ട്. എടാ പരസഹായം എന്ത്? കൂടാതെ നടക്കാവുന്ന വിധത്തില് ഞാനൊന്ന് കുടിച്ചിട്ടുള്ളൂ. അച്ഛൻ എന്നെ ഒരു വെപ്പ് വെച്ചതാണല്ലേ? അല്ല, എനിക്ക് മനസ്സിലായി. അല്ല അത് പോട്ടെ. ഇനിയിപ്പോ തങ്കമണിയുടെ അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്ന് അച്ഛനെ തങ്കമണിയെ ഏൽപ്പിക്കും. കുളിപ്പിച്ച് ഞാനും തങ്കമണിയും കൂടി ഭക്ഷണം തന്ന് കിടത്തി ഉറക്കിയിട്ടേ അനന്ന് പോരുള്ളൂ. തങ്കമണി, ദേ നിന്റെ അച്ഛനെ കൊണ്ടുവന്ന്. എന്താ? എടാ നീ ആരെയായി വിളിക്കുന്നു? തങ്കമണിയെ. എടാ അവളെ അങ്ങ് അക്കരെ അവളുടെ അമ്മായിയുടെ വീട്ടിൽ പോയിരിക്കുക. നാളെ വരത്തുള്ളൂ. ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞ് വന്നാലും മതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിവരം നേരത്തെ പറയാൻ പാടില്ല. എഴുതി തരണോ? എഴുത്തരൊന്നും വേണ്ട, പറയാൻ പാടില്ലേ? ഞാൻ ദേ വെറുതെ നടന്നു വന്നെ കാലും കഴിച്ച് വാച പഠിച്ചതിന്റെ വായം കഴിച്ച്. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പോ, ഞാൻ പോട്ടെ. പാറ്റൊന്നും വേണ്ട, പോയാ മതി. ഓടാ ഉടുമ്പേ. നോക്കിപ്പോ കല്ല്. പിന്നെ കല്ല് സ്റ്റോൺ. സ്റ്റോൺ നിനക്ക്. എടാ നിനക്ക് എടാ എനിക്ക് സ്റ്റോണില്ല. പോടാ ഓടുന്നു. സാറേ, ചായ കുടിച്ചോളൂ. കട്ടൻ ചായ, പാല് കിട്ടിയിട്ടില്ല. എന്താ സാറേ? അമ്മ എന്നെ മോനെന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കാൻ എനിക്ക് മറ്റാരുമില്ല. മോനെ, ചായ തണുത്തു പോകും. മോനത് കുടിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓണമൊക്കെ അടുത്തില്ലേ? വരട്ടെ.